Welcome to What's Your Story. It's Vidya. Thank you for being patient with me. In the video, late now. So, in the starter Chang, one of the most popular recipes, chicken lettuce wrap. This is the tofu version. We ingredients chicken tofu substitute. Of course, sauces tofu quantity adjust. The best part is quick. Bulk is easy. Definitely, it's a surefire hit. Now, let's another recipe ingredients 4 to 5 garlic, 8 to 9 mushrooms. This is mushroom use. This is baby mushroom use. 2 scallion, water chestnut. This is sliced only whole item. This is 5 ounce in a can. This is all Asian actually even American supermarket this can get you can skip it. But a crunchiness dish. Ground chicken. This is actually 2 pounds in 1 pound. 1 pound frozen defrost use fresh ground chicken use. This is sauces, dark soy sauce. Description cook Hoisin sauce. Low sodium soy sauce use low sodium fully dark soy sauce use rice wine vinegar. Again, rice wine vinegar is vinegar use. This is actually the sesame oil. That's use basically. So that's Sriracha Sriracha this is Trader Joe's, but especially Asian store. Main lettuce. This is Iceberg lettuce. That's a cup of PF Chang serve Iceberg lettuce use. Lettuce romaine use, but romaine is iceberg again, this is optional as well. PF Chang feeling rice vermicelli thin rice noodles. This is garnish PF Chang. Basically, this is a nool put on a key to Malabar type of snack. I crispiness and crunchiness chips feeling sauce mix. We use generally adjust 1/4 cup Hoisin sauce, 2 tablespoons low sodium soy sauce, 1 tablespoon Sriracha, pepper powder use 1 tablespoon dark soy sauce. Dark soy sauce low sodium soy sauce add dark soy sauce extra add 4 teaspoons rice wine vinegar. Like I said, you can substitute with any other vinegar. So, we will mix the side. The mushroom we will pieces chop rice noodles. This is cast iron chutney. I will make a pattern. I will make a batch of color. Basically, ചോക്കാൻ പാടില്ല വെളുത്തിട്ടാണ് വേണ്ടത്. ഇത് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ചെറിയ കഷ്ണമായിട്ട് ഇട്ട് കഴിഞ്ഞാലാണ്. അല്ലെങ്കിൽ നമ്മൾ വലിയ ചട്ടി എടുത്ത് ചൂടാക്കണം. കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് വരും. അപ്പം തന്നെ നമുക്ക് കോരാം. ഇത് മറ്റേ വിയറ്റ്നാമീസ് സ്പ്രിംഗ് റോൾ ഇത്രയും മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി കൂടി വറുത്ത് വെക്കാം കേട്ടോ. കൂടുതൽ ഒരു പാനിൽ എണ്ണ ചൂടാവുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഗാർലിക് മിൻസ് ചെയ്തതാണിത്. അതിടുക. തീ മീഡിയത്തിലാണ് കേട്ടോ. ഗാർലിക് ബ്രൗൺ ആവാൻ നിൽക്കണ്ട. അപ്പോഴേക്കും ചിക്കൻ ഡീഫ്രോസ്റ്റ് ചെയ്ത ചിക്കനാണ്. ഞങ്ങൾ ഫ്രോസൺ ചിക്കനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ കൈ വെച്ച് മുറിച്ചിടാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ സ്പാച്ചിൽ വെച്ച് ഫുൾ ടൈം ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ചിക്കൻ മുറിച്ച് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ചിക്കൻ ബ്രസ്റ്റാണ് യൂഷ്വലി നല്ലത് തൈനെക്കാട്ടിലും. ചിക്കൻ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കുക.
അതുമല്ല നമ്മൾ മീറ്റ് സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി ചെറിയ ചെറിയ കഷ്ണമായിക്കൊണ്ടിരിക്കുക. നമുക്ക് വലിയ ജങ്ക്സ് പാടില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് 50% കളർ ആ പിങ്ക് കളർ മാറിയിട്ട് കുക്കായ കളർ വന്നു. ആ സ്റ്റേജിൽ നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന ഈ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന മഷ്റൂം അതിലേക്ക് ആഡ് ചെയ്യുക. നമ്മൾ ഉപ്പോ അങ്ങനത്തെ ഒരു സാധനം ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, ബിക്കോസ് അതൊക്കെ സോസിലുണ്ട്. ഇനിയിപ്പം മഷ്റൂമിൽ നിന്നും കുറേ വെള്ളം ഇറങ്ങും. ആ വെള്ളം കൂടി നമുക്ക് വറ്റിക്കണം. ഇത് വെച്ചിട്ട് ദൂരെ എവിടെയും പോകാൻ പാടില്ല, ബിക്കോസ് ഇളക്കിക്കൊണ്ടിരിക്കണം, എന്നാലേ ചിക്കൻ ലംപാവാണ്ട് കിട്ടുള്ളൂ. ഹീറ്റ് യു ക്യാൻ ഈദർ കീപ്പ് ഇറ്റ് ബിറ്റ്വീൻ മീഡിയം ആൻഡ് ഹൈ ഓർ മീഡിയം ആൻഡ് ഹൈ ആണെങ്കിൽ എന്തായാലും ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ മഷ്റൂമിന് വെള്ളം ഇറങ്ങുന്നു, കണ്ടോ? ഇത് മുഴുവൻ മഷ്റൂമിന് ഇറങ്ങിയ വെള്ളമാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചിക്കനിലേക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിച്ചോളും. അതുകൊണ്ടാണ് നമ്മൾ ആ മഷ്റൂമിൻ്റെ വെള്ളം വെറുതെ വേസ്റ്റായി കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ചിക്കൻ അതിൻ്റെ ഉള്ളിൽ കുക്ക് ചെയ്യുന്നത്. വെള്ളം ഓൾമോസ്റ്റ് വറ്റി തുടങ്ങി. ഈ ഒരു സ്റ്റേജിൽ നേരത്തെ ഞാൻ വാട്ടർ ചെസ്നട്ട് കാണിച്ചില്ലേ, അത് സ്ലൈസായിരുന്നു, റഫ്ലി ചോപ്പ് ചെയ്തേക്കുന്നതാണ്, അതിലേക്ക് ആഡ് ചെയ്യാം. ഇതിന് അധികം കുക്കിംഗ് സമയം വേണ്ട, അതാണ് നമ്മൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്, തീ ഹൈയിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ പാത്രത്തിൽ അടി പിടിക്കാൻ പാടില്ല കേട്ടോ, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം. ആ വാട്ടർ ചെസ്നട്ട് കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സോസ് ആഡ് ചെയ്യാം. കുറച്ചും കൂടി വെള്ളമുണ്ട്, ബട്ട് ദാറ്റ്സ് ഓക്കെ. കണ്ടോ, വെള്ളം ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് പോയി തുടങ്ങി. അപ്പോൾ നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് സോസ് ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഈ ഒരു പാത്രത്തിൽ ജസ്റ്റ് ഒത്തിരി വെള്ളം എടുത്ത് റിൻസ് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്യാൻ പോകണം. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല, ബിക്കോസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വറ്റിക്കാൻ നടക്കുന്നത്. ചിക്കൻ ഏതായാലും കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടാവും, ചിക്കൻ കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എനി ഓഫ് ദ സോസസ് യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് ആഡ്. ഇത്തിരി മധുരം ഉണ്ടാവും, ബിക്കോസ് ഹോയിസൻ സോസിന് മധുരമുണ്ട്. ഇങ്ങനെ വെള്ളം ഇതിൽ നിന്ന് സോസ് പോലെ ഒഴുകി വരാൻ പാടില്ല, പക്ഷെ എന്നാലും കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിൽ തരണ്ടിരിക്കണം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടി സോസ് ചിക്കനിലേക്ക് പിടിച്ചു വരുന്നേ ഉള്ളൂ. എനിക്ക് ഒന്നില്ല ഒന്ന് ആഡ് ചെയ്യാം. ഇത്തിരി എരിവ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതാണ് ഞാൻ കുറച്ച് സിറാച്ച ഗോയിങ് ബാക്ക്. ഉപ്പുണ്ട്, ഇനിയിപ്പം സോസസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പ് കൂടും, അതാണ് എനിക്ക് അധികം സോസൊന്നും ആഡ് ചെയ്യണ്ട. നമ്മൾ ഓൾമോസ്റ്റ് റെഡിയായി. ഞാൻ പറയാം, എന്ത് എളുപ്പത്തിൽ, എസ്പെഷ്യലി നമ്മൾ ബൾക്കായിട്ട് പാർട്ടിക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഡെഫിനറ്റ്ലി ഹിറ്റുമാണ്. നേരത്തെ പറഞ്ഞ പോലെ സോസ് പരണ്ടിരുന്നാൽ മതി. ഇനിയിപ്പോൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ജസ്റ്റ് ഒരു ഡ്രിസിൽ മാത്രമേ ഒഴിക്കുന്നുള്ളൂ, ആ ഒരു ടേസ്റ്റ് കിട്ടാം. ഇളക്കി നമുക്ക് തീ ഓഫ് ആക്കാം കേട്ടോ. നിങ്ങൾക്ക് സ്കാലിയൻ ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ ആഡ് ഹാഫ് ദ സ്കാലിയൻ നൗ ആൻഡ് ദെൻ ഹാഫ് ഗാർണിഷ് ലേറ്റർ. പരിപാടി ഇത് സെർവ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസ്ബർഗ് ലെറ്റസ് ഹാഫ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാണിത്. ഇങ്ങനത്തെ പീസാണ് നല്ലത്. കടയിൽ നമുക്ക് ക്വാർട്ടറായിട്ടാണ് കിട്ടുക, പക്ഷെ അത് കുറച്ചുകൂടി വലിയ ലെറ്റസ് ആണ്. ബേസിക്കലി ഇത് സെർവ് ചെയ്യേണ്ടത് മുകളിലത്തെ ഒരു ഇല എടുക്കുക. കുറച്ച് ക്വാണ്ടിറ്റി വേണ്ടുമെങ്കിൽ എസ്പെഷ്യലി ഫോർ എ പാർട്ടി യു ക്യാൻ സ്പ്ലിറ്റ് ഇറ്റ് ഇൻ ടു ക്വാർട്ടേഴ്സ്. സോ അപ്പോൾ ഇത്ര പകുതിയേ ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇടുക, കുറച്ച് സ്കാലിയൻ, നമ്മൾ നേരത്തെ വറുത്ത് വച്ചേക്കുന്ന ആ റൈസ് ഇതാണ്. ആൻഡ് ദെൻ യു ക്യാൻ കൈൻഡ് ഓഫ് either roll it or you can eat it like this. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. നിങ്ങളത് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ I can guarantee you that you will not go and buy this in the restaurant. അതേ ടേസ്റ്റാണ്. അടിപൊളി. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. എന്താ അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് നല്ല സ്വാതന്ത്ര്യം പോലെ വൈറ്റും കൂടി എടുക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോ എടുക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.